ഗായ്സ് ഞങ്ങൾ ആ മീൻ പിടിക്കാൻ പോണു ഗായ്സ്. നമ്മൾ വയമ്പിനെ പിടിക്കാൻ പോണു. വയമ്പ് ചപ്പ് വിരിച്ച പുൽമേട് കുരുവി കുഞ്ഞ് ഗായ്സ്. പുല്ല് ഒരു രക്ഷയില്ല കേട്ടോ. ആഹാ സ്പോട്ട് വേണം, കിട്ടില്ല സ്പോട്ട്. പുല്ലൊക്കെ പിടിച്ച നല്ല അടിപൊളി പുൽമെത്ത പോലെ കിടക്ക്. മൊത്തം പുല്ലാട്ടോ അവിടെ. വഞ്ചി കിടക്കുന്നുണ്ടോ ഇവിടെ? ഒരുപാട് സ്പോട്ടുകൾ ഉണ്ട് കേട്ടോ. ഫുള്ള് ഇങ്ങനെ പച്ചപ്പ് വിരിച്ച പുൽമൈതാനം പോലെ ഇങ്ങനെ നീണ്ടു നീർന്ന് കിടക്കുക. മയില് പോണു കാഴ്ച. ഇവിടൊക്കെ ഇഷ്ടം പോലെ മീൻ കളിക്കുന്നുണ്ട് കേട്ടോ. കണിക്കൊന്നയൊക്കെ പൂത്തോ അലഞ്ഞങ്ങ് ഒരു കാട്ടിലേക്കുള്ളൊരു വഴി. കിട്ടില്ല സ്പോട്ടാട്ടോ. എടാ അങ്ങോട്ട് ബൈക്ക് പോവോ? പൂമ്പാറ്റ പൂമ്പാറ്റ. ഇതിൻ്റെ ആളുകൾ അവിടെ പശുവിനെ തീറ്റുണ്ട്. ആയി കൊള്ളാൻ മരം. കണിക്കൊന്ന പൂവൊക്കെ വേണ്ടവർക്ക് ഇതാ ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ. ചെറുതും വലുതും ഇടത്തരവും എല്ലാം ഉണ്ട് ഇട്ടതില്. സെറ്റ് അടിപൊളി സ്പോട്ടൊക്കെ കേട്ടോ അവിടെ. ഇവിടെ വന്ന് വൈകിട്ട് ഇരുന്ന് സമാധാനത്തോടെ ഒന്ന് ഇരിക്കുക കേട്ടോ. കാഴ്ചയൊക്കെ ഉണ്ട്, മീനുകളുടെ തുള്ളിച്ചാട്ടവും കണ്ട്, കൊക്കുകളെയും കണ്ട്, പക്ഷികളും പോത്തുകളും. വാരിക്കുഴിയോ ഇതാട്ടാ കറക്റ്റ് വ്യൂ. ആഹാ കൊള്ളാം മോനെ. വയമ്പും കൂട്ടങ്ങളാട്ടാ കേട്ടോ. വയമ്പ് അതേ കിടന്ന് ചാടുക. വറുത്ത് കഴിഞ്ഞാൽ സീൻ ടേസ്റ്റ് ആട്ടാ. നമ്മുടെ ഞാൻ അടുത്ത വല എടുക്കാൻ പോണ്. ഇവിടെ നല്ല ആളുണ്ട്. വലിയ പുഴ സിലോപ്പിയ. നമുക്കൊരു കരിമീൻ കിട്ടി. ഇതാട്ടെ കരിമീൻ. വെള്ളത്തിൽ കൂടെ തുള്ളി അടിച്ച് വന്ന എന്താ സാ. ആഹാ പൊളി സ്ഥലം. അങ്ങനെ ഗായ്സ് ഞങ്ങൾ ആ മീൻ പിടിക്കാൻ പോണു ഗായ്സ്. നമ്മൾ വയമ്പിനെ പിടിക്കാൻ പോണു. വയമ്പ് വൈപ്പ് സ്ഥലമാട്ടത്. നമ്മളങ്ങനെ മീൻ പിടിക്കാൻ നമ്മുടെ സ്പോട്ടിലേക്ക് എത്തി. അവിടെ ഒരു സ്പോട്ടുണ്ട്, അവിടെ ഒരു സ്പോട്ടുണ്ട്. നമുക്ക് ഏത് സ്പോട്ടിൽ പോകണം? നമുക്കിവിടെ നോക്കാമല്ലേ, ഇട്ട് നോക്കാമല്ലേ? ആഹാ പൊളി സ്ഥലം. നമ്മൾ എവിടെ ഇട്ടിട്ടുണ്ട് ഗായ്സ്? പച്ചപ്പ് വിരിച്ച പുൽമേട്. ഒരു പക്ഷിയൊക്കെ നിൽക്കുന്നത്, ഒരു കുഞ്ഞു കുരുവി. കുരുവി കുഞ്ഞു ഗായ്സ്. അതൊരു കിളിക്കുഞ്ഞാണ്. അത് ആ പക്ഷിയുടെ കുഞ്ഞ്. അതെന്ത് പക്ഷിയത്? തിത്തിത്താങ്കളിയോ? കൊള്ളാം. ഇതിലൊക്കെ പക്ഷിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. വഞ്ചി കിടക്കണം കേട്ടാ. നമ്മളിതാ ഇവിടെയാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇട്ട് നോക്കുകയാണ്. എല്ലാം കിട്ടിയാ കിട്ടി. അയ്യോ പുല്ല് ഒരു രക്ഷയില്ല കേട്ടോ. ആഹാ എന്താ സ്പോട്ട്. കൊള്ളാല്ലേ, മൊത്തം പുല്ലായി. ആഹാ അങ്ങനെ നമ്മളതാ വലയിടാൻ പോകുന്നു. നമ്മളങ്ങനെ വലയിടാൻ പോകുന്നു. ചെറിയ വല, നമ്മളെ വയമ്പിനെ പിടിക്കുന്ന വല. പരൽ മീനുകളും നമുക്ക് ഇട്ട് നോക്കാം.
ഓ സെറ്റ്. ഗായ്സ് നിങ്ങളങ്ങനെ ഇടാൻ പോണ്. ഏ ആ സ്പോട്ട് കൊള്ളാം, കിട്ടില്ല സ്പോട്ട്. മൊത്തം പുല്ലാട്ടാ, നമ്മൾ ഇതിലാട്ട് ഇടുന്ന്, എല്ലാം കിട്ടുമാവോ? ഇങ്ങനെ അങ്ങ് ഇടാലേ, ഇങ്ങനെ അങ്ങ് ചുറ്റി അങ്ങ് ഇടാം. നമ്മൾ വല കെട്ടുവാണ്, ഇത് എവിടെ കെട്ടി അവിടെ നിന്ന് അങ്ങനെ ഇടുകയാണ്. ഇവിടെയൊക്കെ നല്ല ആഴമുണ്ടല്ലേ. വല ഇടുവാണ്, ഇതിങ്ങനെ നീളത്തിലങ്ങ് ഇടും. എന്നിട്ടൊരു അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ആ വല എടുക്കും. നല്ല കാറ്റുണ്ട്. ഇതങ്ങനെ വലയിട്ട് തവിടന്ന് അവിടം വരെ ഇട്ട്. ഓ എന്താ സ്ഥലം, പുല്ലൊക്കെ പിടിച്ച് നല്ല അടിപൊളി പുൽമെത്ത പോലെ കിടക്കുക. അങ്ങനെ വല ഇട്ടിട്ട് ആ കരയ്ക്ക് കയറുകയാണ്. സൂര്യപ്രകാശം ഒന്ന് കുറയുമ്പോഴാണ് മീനുകളൊക്കെ ഇതിൻ്റെ മേലെ കൂടെ തുള്ളിച്ചാടി. ആ സമയത്താണ് ഈ വലയിൽ മീൻ കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് വലയും കൂടി ഇടുവാണ്. അടുത്ത ഒരെണ്ണം കൂടി പടപ്പിക്കാൻ പോവാം. കുറച്ച് വലിയ മീൻ്റെ, ഇത് ചെറുത്, ഇത് വലുത്. ഈ എന്തായാലും മീൻ ചാടുന്നു, നല്ല മീനുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ, ചാട്ടിക്കളിക്കാണ്. ഈ എല്ലാം ഇപ്പോൾ വലയിലാവും, ആയാ മതിയായിരുന്നു. വല ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വടിയൊക്കെ വഴി വരുമോ? വെള്ളത്തിലേക്ക് ഇറങ്ങി. ഇവിടെ ഒന്നും വലിയ ആഴമില്ല, ഇവിടെ കഴിഞ്ഞ് അങ്ങോട്ട് നല്ല ആഴമുണ്ട് കേട്ടോ. ഓ ഇവിടെ നല്ല ആഴമുണ്ട്. കേട്ടോ വലയുടെ വലിപ്പം. ഈ വലയുടെ അടിഭാഗത്ത് എൻഡ് ഇങ്ങനെ വലിച്ചു പിടിക്കണം, എന്നാൽ മാത്രമേ ഇതിങ്ങനെ കിടക്കുള്ളൂ. ഇപ്പോൾ ഒന്നും പെട്ടില്ല, പെട്ടതേ ഉള്ളൂ.
അങ്ങനെ വലയിട്ടു. ഓ ഇവിടെയൊക്കെ നല്ല ആളുണ്ട്. ക്യാമറ വെച്ച് വെള്ളത്തിൽ കൂടെ നീന്തുവാണ്. ചെറുവലയും മീൻ കിട്ടണമെങ്കിൽ ടൈമാവും. സൂര്യനൊക്കെ ഒന്ന് താന്ന് ഇരുട്ടാവണം. നമ്മളിതാ വലയിട്ട് കഴിഞ്ഞു. ഇനി 1 മണിക്കൂർ കഴിഞ്ഞ് എടുത്തു നോക്കുക. അപ്പോൾ വല്ലതും കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഒന്നുമില്ല. അങ്ങനെ നമ്മുടെ വലയൊക്കെ ഇട്ടിട്ട് ഏകദേശം ഒരു 10-20 മിനിറ്റ് ആയിട്ടാണ്. നമുക്ക് ഇനി ഒരു 1 മണിക്കൂർ ഇതിനകത്ത് കിടക്കണം. നമുക്കെല്ലാം ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാം. സെറ്റാണ്. വലയ്ക്ക് കാവലായിട്ട് ആളോടെ ഇരിക്കുക കേട്ടോ. അപ്പം ഞാൻ പോയി ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് വരാം. എന്നാലും 1 മണിക്കൂർ സമയം എടുക്കുമല്ലോ. മൊത്തം പുല്ലാട്ടോ അവിടെ. ഈ ക്രിക്കറ്റൊക്കെ കളിക്കണ പിച്ച്. വഞ്ചിയൊക്കെ കിടക്കുന്നുണ്ടോ? സ്പോട്ട്. ഇവിടെ ഒരുപാട് സ്പോട്ടുകളുണ്ട് കേട്ടോ. ഫുള്ള് ഇങ്ങനെ പച്ചപ്പ് വിരിച്ച പുൽമൈതാനം പോലെ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അവിടെ കുറച്ച് ആൾക്കാരുണ്ട്, അവരുടെ വണ്ടിയായി കിടക്കുന്നത്. മയില് പോണു ഗായ്സ്. ആഹാ ഓടി സാധനം. ഓ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ മീൻ കളിക്കുന്നുണ്ട് കേട്ടോ. എന്താ മീൻ കളി. വേറൊരു പ്രദേശത്തേക്ക് എത്തി. എന്താ പുല്ല്. ഓ കണിക്കൊന്നയൊക്കെ പൂത്ത് ഒലഞ്ഞങ്ങ് ഇരിക്കുക. ഇതേ അപ്പുറത്ത് കുറെ പോത്തുംകുട്ടന്മാര് പുല്ലൊക്കെ തിന്ന് മേഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ. കണിക്കൊന്ന വിഷു കഴിയുമ്പോഴാണ് കണിക്കൊന്നയെല്ലാം പോക്കുന്നത്. നമുക്ക് വലയിട്ട് കഴിഞ്ഞാൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. എന്നാലാ വലിയ കാര്യമായിട്ട് വല്ലതും കിട്ടുമോ. അതുവരെ ഇങ്ങനെ കറങ്ങാമല്ലോ.
അടിപ്പ സ്പോട്ട്. നിങ്ങൾ വന്ന വഴി മറക്കാൻ പാടില്ല. അവിടെ ഒരു കണിക്കൊന്നയുണ്ട്, ഇവിടെ 2 കണിക്കൊന്നയുണ്ട്. ഫുള്ള് പുല്ല് പിടിച്ച്. ഇവിടെ നൈറ്റൊക്കെ കിടന്ന് ഉറങ്ങാൻ അടിപൊളിയായിരിക്കും. എന്താ സ്പോട്ട്! ഇതാ ഒരു കാട്ടിലേക്കുള്ളൊരു വഴി. അങ്ങോട്ടാണ് പോകണ്ടേ? ഇങ്ങോട്ട്. ഇതേതാണോ വഴി? ഇത് ഏത് പ്രദേശത്തേക്ക് പോകും? അവിടെ ഒരു ദ്വീപാട്ടോ. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകണ്ട. എന്താ ഫോറസ്റ്റ്. നമുക്ക് ഈ സൈഡിൽ കൂടെ അങ്ങനെ പോവാം. നമ്മൾ വന്ന വഴി കണ്ട. കുപ്പിയൊക്കെ ചില്ലുപ്പിയൊക്കെ പൊട്ടിച്ചിട്ടേക്കുന്നു. ടയർ കേറിയാ മൂഞ്ചി. ചില്ലുപ്പിയിലും ടയറെ കയറിയുണ്ടാവും. കിട്ടില്ല സ്പോട്ടാട്ടോ. അവിടെ ആരൊക്കെയോ. ഇവിടെയൊക്കെ നല്ല ഫോറസ്റ്റ് ആട്ടോ. അതൊക്കെ അവിടുന്ന് സൈക്കിളുമായിട്ട് വേണ്ടി. എടാ അങ്ങോട്ട് ബൈക്ക് പോവോ? തോടൊന്നുമില്ലല്ലോ. ആണാ? തോട് വെള്ളമൊന്നുമില്ലല്ലോ. ശരി നീ അങ്ങോട്ട് വാ. ഓക്കെ. ആഹാ, നാട്ടിൽക്കൂടെയാണ് നമ്മൾ പോണ്. ഇവിടെ പന്നിയൊക്കെ ഉണ്ട് കേട്ടോ. പൂമ്പാറ്റ. തോടില്ലാന്ന് പറഞ്ഞിട്ട് തോടുണ്ടല്ലോ. ബുള്ളറ്റായും കൊണ്ടേ, വെയിറ്റുള്ള വണ്ടിയായും കൊണ്ട് അപ്പം താഴുവേ. വണ്ടിയൊക്കെ പോവും. കുഞ്ഞിത്തോട്ടം. കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. കുറേ പിള്ളേരൊക്കെ, കുഞ്ഞി പിള്ളേരും വലിയ ആൾക്കാർ. കാണുന്നതൊക്കെ ഫോറസ്റ്റ് ആട്ടോ. ആളുകൾ അവിടെ പശുവിനെ തീറ്റുണ്ട്. അതേ മയില്. നല്ല പീലിയുള്ള മയിലിട്ടോ. നമുക്ക് അതിൻ്റെ പുറകെ പോവാം. പറന്നുപോയി. ഷീറ്റ്. നേരെ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കയറി. കൊള്ളാം, നല്ല ഭംഗിയുണ്ട്.
ഇവിടെ രാത്രിയായി കഴിഞ്ഞാൽ ഫുള്ള് കാട്ടുപന്നിയായിരിക്കും കേട്ടോ. എന്നാൽ ഫോറസ്റ്റ് ആയതുകൊണ്ട് ആ ഒരു ഞങ്ങൾ മീൻ പിടിക്കുന്ന ആ ഭാഗത്തേക്കൊക്കെ പന്നിയൊക്കെ ഇറങ്ങും രാത്രിയാകുമ്പോൾ. ഇങ്ങോട്ട് ഞാൻ ആദ്യമായിട്ടാട്ടോ വരുന്നത്, ഈ വശത്തേക്ക്, ഈ സൈഡിലേക്ക്. ഭാഗ്യമുണ്ടെങ്കിൽ കാട്ടുപന്നീനെയൊക്കെ കാണാം. ഓ, എന്താ ഫോറസ്റ്റ്. ഇവിടെയൊക്കെ കുറേ ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. കുഞ്ഞു പിള്ളേർ ചൂണ്ടയിട്ട് മീനൊക്കെ പിടിക്കും. അങ്ങോട്ടൊരു ദ്വീപ് പോലെ കേട്ടോ. ഇങ്ങോട്ടൊക്കെ റബ്ബർ തോട്ടങ്ങളാണ്. ആഹാ, ഓ വൈബ് തന്നെ. ഒരു പോത്തുകുട്ടം പോണ്ട്. എന്താ സ്ഥലം, കൊള്ളാം, പൊളി സ്പോട്ട്. പക്ഷികളൊക്കെ അതാ മീൻ റാഞ്ചുമാണ്. നമുക്കിതാ അങ്ങോട്ട് പോവാം. ഓ, ഇഷ്ടം പോലെ മീൻ കളിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഹായ്, കൊള്ളാം മരം. ഓ, ഒരു ചേച്ചിയും ചേട്ടനും ഉണ്ടാവുന്നു. ആ, ഇതിലെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് കൊള്ളാട്ടാ. ഇനി മരം ഒടിഞ്ഞ് ചാടി കുത്തിയിരിക്കുകയാണ്. വിഷുവിന് കണിക്കൊന്ന പൂവൊക്കെ വേണ്ടവർക്ക് ഇതാ ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ. ഇവിടെ ഒരുപാട് കണിക്കൊന്ന മരങ്ങളുണ്ട് കേട്ടോ. ഇതേ ഒരു പോത്തും കൂട്ടൻ നമ്മളെ ഇടിച്ച് വെള്ളത്തിലേക്ക് ഇടൂ. ഓ, വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോൾ മെല്ലെ മെല്ലെ സ്പീഡപ്പായി. ആ, വളർത്തുന്ന പോത്ത. ഓ, പോത്തും കൂട്ടന്മാരുടെ സംസ്ഥാനമേള. ഒരു ജല്ലിക്കെട്ട് കാളയൊക്കെ താഴെ ഈ വെള്ളത്തിൻ്റെ അപ്പുറത്ത്. ആഹാ, മൊത്തം പോത്തും കൂട്ടന്മാരാട്ടാ. ഇടയിലൂടെ പോവാ.
ചെറുതും വലുതും ഇടത്തരവും എല്ലാം ഉണ്ട് ഇട്ടതിൽ. പുല്ലൊക്കെ തിന്ന് മേഞ്ഞ് നടക്കണ് ഇവന്മാര്. കുട്ടന്മാരെ കണ്ടോ? Oh fuck. അടുത്ത ഏരിയ എത്തി. ഈ ഡാമിൻ്റെ എൻഡെത്തി. നമുക്കിനി വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോവാം. നമ്മളിനി വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോവാണ്. കൊള്ള അടിപൊളി കാഴ്ചകളൊക്കെ കേട്ടോ അവിടെ. സെറ്റ് അടിപൊളി സ്പോട്ടൊക്കെ കേട്ടോ അവിടെ. ഇവിടെ വന്ന് വൈകിട്ട് ഇരുന്ന് സമാധാനത്തോടെ ഒന്ന് ഇരിക്കുക കേട്ടോ. കാഴ്ചയൊക്കെ ഉണ്ട്, മീനുകളുടെ തുള്ളിച്ചാട്ടവും കണ്ട്, കൊക്കുകളെയും കണ്ട്, പക്ഷികളും പോത്തുകളും. നമ്മളങ്ങനെ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോവാണ്. നമ്മുടെ പോത്തുംകുട്ടന്മാർ അവിടെ തന്നെ ഉണ്ട്. ഇതാ നമ്മുടെ പോത്തുംകുട്ടന്മാർ ഇതാ വരുന്നുണ്ട്. പോത്തുംകുട്ടന്മാർക്ക് വഴി കൊടുത്തേക്കാം. ഒരുത്തൻ തനിച്ച് ഒറ്റയ്ക്ക് വരുന്നു. ഓ വാരിക്കുഴിയോ? അങ്ങനെ നമ്മൾ വന്ന വഴിക്ക് തന്നെ തിരിച്ചു വരും കേട്ടോ. നമ്മളിനി ഏകദേശം 1 മണിക്കൂർ ആവാറായി. ഇതാട്ടോ കറക്റ്റ് വ്യൂ. ആഹാ കൊള്ളാം കളി. ദേ അവിടെ കിടന്ന് മീൻ കിടന്ന് ചാടുന്നുണ്ട് കേട്ടോ. പൊളി സ്പോട്ട്. അങ്ങനെ തിരിച്ച് നമ്മുടെ മീൻ പിടിക്കണ സ്പോട്ടിലേക്ക് തന്നെ എത്തിയിട്ടാ. അങ്ങനെ നമ്മൾ ആ മീൻ പിടിക്കുന്ന സ്പോട്ടിലേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തിയിരിക്കണം. നമ്മുടെ ഫിഷർമാൻ സന്തോഷ് എന്താ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്പോട്ടിലേക്ക്, നമ്മൾ മീൻ പിടിക്കുന്ന സ്പോട്ടിലേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തി. ഏകദേശം സമയമായി. വെള്ളമൊക്കെ ചൂടാറി. എന്നാണ് സിനിമയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കുറേ ആൾക്കാരൊക്കെ കാണാൻ വേണ്ടിയല്ലേ. ഈ നല്ല മീൻ കളിക്കുന്നുണ്ട്, നല്ല വയമ്പ് കളിക്കുന്നുണ്ടല്ലോ. കണ്ട ചാറണണ്ട, തുള്ളിച്ചാറണണ്ട. നമ്മൾ ഇങ്ങനെ ഒരു വല ഇട്ടുണ്ട്, കുഞ്ഞി വല. പിന്നെ ഇത് ഇവിടെ ഒരു
ചെറിയ വല ഇട്ടിട്ടുണ്ട്. എല്ലാം കിട്ടിയാൽ മതിയായിരുന്നു. ഇതൊരു കുഴിയാട്ടാ, പക്ഷെ ഇവിടെ നല്ല ആഴമുണ്ട്. എന്താ മീൻ കളിക്കുന്നുണ്ട്, വയമ്പും കൂട്ടങ്ങളത്. അങ്ങനെ നമ്മളെ ഫിഷർമാൻ സന്തോഷ് വെള്ളത്തിലേക്ക് ചാടിയിട്ടുണ്ട് വലയെടുക്കാൻ. അപ്പം അവിടെ നിന്ന് മീനുകളെല്ലാം ഇളക്കി കൊണ്ടുവരിക കേട്ടോ. വെയിലാറി. അപ്പോൾ അവിടെയൊക്കെ അത്യാവശ്യം മീൻകളി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇളക്കി കൊണ്ടുവന്നിട്ട് വലയെടുക്കാനാട്ടോ. ഇല്ല, നീന്തി വെന്തി. ഇവിടെ നിന്ന് ഇളക്കി വരുമ്പോൾ ഇവിടെ ഈ സൈഡിലുള്ള മീനുകളെല്ലാം വലയിലേക്ക് അങ്ങ് കയറിക്കോളും. ചെറിയ വലയാട്ടോ ആദ്യം എടുക്കുന്നത്. ചെറിയ വലയാണ് ഇതാ ഇട്ടേക്കുന്നത്. അപ്പോൾ അത് അവിടെ കുറേ മീൻകൂട്ടങ്ങൾ കളിക്കുന്നുണ്ടായിരുന്നു, കുഞ്ഞു മീനുകൾ. അപ്പം അതിനെല്ലാം അവിടെ നിന്ന് നീന്തി ഓടിച്ച് കുഞ്ഞു വലയിലേക്ക് അങ്ങ് കയറ്റും. വല എടുക്കാൻ പോവാണ്. വെള്ളം ഒന്ന് ഇളക്കി മറിച്ച് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് നീന്തി. ദൈവമേ വല്ലതും കിട്ടിയാൽ മതിയായിരുന്നു. ഊമ്പലും വാഴയ്ക്കാവൂ. കുറേ ആൾക്കാർ ഡാമൊക്കെ കാണാൻ വന്നു. പുല്ലിലൊക്കെ ഒന്ന് കുറേ ആൾക്കാർ കിടക്കുക കേട്ടോ. വല എടുക്കുവാണ്. വലയുടെ എൻഡിലെത്തി. വലയിൽ കാര്യമായിട്ടൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഫിഷർമാൻ സന്തോഷ് മീനായിട്ട് വേണ്ടി കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. അവിടെ ഇവിടെയൊക്കെ 1-2 കുറവല്ലേ. കള്ള മീനുകൾ അവിടെ കിടന്ന് ഒരേ ചാട്ടം. ഇവിടെ വന്ന് ചാടാനുള്ളതിന് കിട്ടാഞ്ഞിട്ട് ചൂടുള്ളപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ മീൻ കിട്ടത്തില്ല. മോനെ അത്യാവശ്യം മീനൊക്കെ ഉണ്ട്. കിടക്കുന്ന കണ്ട പെട്ടയ്ക്കണ മീൻ. അങ്ങനെ നമ്മൾ വലയിട്ട മീനുകളാട്ടോ അതൊക്കെ. വയമ്പും കൂട്ടങ്ങളാട്ടാ. കേട്ടോ വയമ്പ്. ഓ അതേ കിടന്ന് ചാടുക. പക്ഷെ പ്രതീക്ഷിച്ച പോലെ അങ്ങ് കിട്ടിയില്ല. എന്നാലും ഉണ്ട്. ഇങ്ങനെയാട്ടോ വരിക. മീൻ പിന്നെ വറുത്ത് കഴിഞ്ഞാൽ സീൻ ടേസ്റ്റാട്ടോ. പിന്നെ പീരക്കറി. നമ്മുടെ ഞാൻ അടുത്ത വലയെടുക്കാൻ പോകുന്നു. നേരം അങ്ങനെ കുറച്ച് ഇരുട്ടായി തുടങ്ങി കേട്ടോ. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ വലയിട്ട് ഞാൻ മീൻ കയറുക. നമ്മളടുത്ത വല അതാ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സിലോപ്പി ഉണ്ട്. ആ വയമ്പും കൂട്ടം അവിടെ മാത്രം കേട്ടോ കളിക്കുന്നത്. അവിടെ നല്ല ആളുണ്ടല്ലേ. ആഹാ മലയൊക്കെ നോക്ക് സെറ്റായിട്ടുണ്ട്. കറുത്ത് ഇരുണ്ട്.
ഒരു വരാലുണ്ടല്ലോ. കരിമീനുണ്ട്, ഒരു വരാലുണ്ട്, പിന്നെ ഏതൊക്കെയോ ഒന്നോ രണ്ടോ. വരാല് തൂങ്ങിക്കിടക്കുന്നുണ്ട. ഇത് നാടൻ വരാലോ അല്ലേ? നാടനാ ടേസ്റ്റ്. ഒരു സിലോപ്പിയ കുഞ്ഞ്, ഒരു കരിമീൻ, 2 വരാല്. പൂഴ, വലിയ പൂഴ അല്ലേ? സീൻ സാധനം. എന്താ അവൻ്റെ കളർ ഉണ്ടല്ലേ? നോക്കൂ, 2 സിലോപ്പിയ. നല്ല മുള്ളുണ്ടോന്. സിലോപ്പിയ. ഒരു സിലോപ്പിയുടെ ചെറുത്. എന്തല്ല എൻ്റെ അടിഭാഗത്ത് പുള്ളി. കേട്ടോ, നാടൻ ബ്രാല്. അവൻ്റെ പല്ലില കുടുങ്ങിയേക്കണ്. പൂഴാൻ, അപ്പളെ കിട്ടിയ പൂഴാൻ്റെ ചെറുത്. ഓ, തലങ്ങും വിലങ്ങും ആകുമ്പോഴത്തേക്കും സിമ്പിളായിട്ട് ഞാൻ നമ്മുടെ കരിമീൻ. കരിമീൻ കൊള്ളാം, സൈസ് സാധനം. നമുക്കൊരു കരിമീൻ കിട്ടി. എന്താ തിളക്കം. ഇതാട്ടെ കരിമീൻ. സീൻ സാധനം. വെള്ളത്തിൽ കൂടെ തുള്ളി അടിച്ച് വന്ന പെട്ടുപോയി. അങ്ങനെ നമുക്കിതാ വലിയ വലിയ എത്ര മീനെ കിട്ടിയപ്പോൾ. സിലോപ്പിയ. എന്താ സാധനം. കരിമീൻ. ഇതാട്ടെ പൂഴാൻ. ഓ, ടെറർ സാധനം. പ്രൊഡാക്ടർ മാതിരി ഇരിക്കും. ഇതവൻ്റെ കുട്ടി. ഇത് നമ്മളെ വരാല്. ഇവനെ നമ്മുടെ കുഞ്ഞുവല കിട്ടിയ മീനുകൾ നമ്മൾ വീട്ടിൽ ചെന്നിട്ടാണ് നമ്മൾ ഊരുന്നത്. ഇവനെ ഊരാൻ എളുപ്പമാണ്. ഇവനെ വേറൊന്നുമില്ല, ഇങ്ങനെ അങ്ങ് നൈസായിട്ടങ്ങ് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മീൻപിടുത്തം അങ്ങനെ നമുക്കിതാ ചെറിയ മീനുകളും കുറച്ച് ഏതാനും വലിയ മീനുകളും കിട്ടിയിട്ടാ. വലിയ മീനുകൾ ഇതാണ്
അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ക്ലോസ്. ഏകദേശം ഇരുട്ടായി. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്ന് കറിയേക്കാം. ഇങ്ങനെ വറുത്ത് ഫ്രൈ അടിക്കണ്ടേ.